14 വയസ്സുകാരി സഹില ആത്മഹത്യ ചെയ്തു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോളെ സഹില, നിന്നോട് മാപ്പ്. ഈ വേതാളങ്ങൾ നിന്നെ തകർത്തെറിഞ്ഞു. സഹില, ഈ 14 വയസ്സുകാരി ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് തന്റെ വിറയാർന്ന കരങ്ങൾ കൊണ്ട് എഴുതി വെച്ച വാക്കുകൾ നിങ്ങളോട് പറയാണ്. ഈ സൗന്ദര്യമാണ് മനുഷ്യനെന്ന ഇന്നത്തെ ന്യൂ ഇയർ പ്രഭാഷത്തിന്റെ പ്രമേയം. അതിനൊരു അവസാനം ഉണ്ടാവുകയില്ല. ഈ ലോകത്ത് നടന്നതാണ് ചെറുപ്പക്കാരെ നിങ്ങളോട്. 14 വയസ്സുകാരി സകല ആത്മഹത്യ ചെയ്തു. അവൾ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് പൊന്നുമോളുടെ വിറയാർന്ന കരങ്ങൾ കൊണ്ട് അവൾ എഴുതി വെച്ചു, ഞാൻ പോവുകയാണ് ആരും എന്നെ പഠിക്കാത്ത ലോകത്തേക്ക്, ആരും എന്നെ ചതിക്കാത്ത ലോകത്തേക്ക്. അവൾ എഴുതി വെക്കുകയാണ്. എല്ലാ പെണ്ണുങ്ങളെയും പോലെ അള്ളാഹു എനിക്കും വല്ലാത്ത സൗന്ദര്യം കനിഞ്ഞ് നൽകിയിരിക്കുന്നു. വല്ലാതെ സൗന്ദര്യം എനിക്ക് അള്ളാഹു നൽകിയിരുന്നു. ആ സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ പ്രോജ്വല പ്രതീകമായി ഞാൻ താമസിക്കുന്ന സമയം 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരികൾ പോലും അവരെ ദേട്ടന്മാർക്ക് വേണ്ടി എന്നെ കല്യാണാലോചന നടത്തി. അത്രയേറെ സൗന്ദര്യം എനിക്കുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ദേട്ടിലൂടെ വടിവക്കിലൂടെ നടന്നു പോകുമ്പോ എത്രയോ ചെറുപ്പക്കാരെന്നെ നോക്കി പുഞ്ചിരിച്ചു ഞാൻ കണ്ണുകൊടുത്തില്ല. കാരണം ഞാനെന്ന് 14 വയസ്സുകാരിയാണ്. ഞാൻ പഠിച്ചൊരു ഭാഗത്തെത്തിയിട്ട് വേണം എന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും അവരുടെ കട്ടപ്പാട് മാറിയൊന്നടങ്ങിയിരിക്കാൻ. ജീവിതത്തിൽ എവിടെയെങ്കിലും എത്താനുള്ള ആഗ്രഹത്തോടെ ഞാൻ പഠിക്കാൻ പോയി. എല്ലാ ദിവസവും പോകുന്ന വഴിയിൽ എന്നെയും കാത്തൊരു പൊടിമീശക്കാരൻ. അവൻ എന്നെ കണ്ടപ്പോഴൊക്കെ ചിരിച്ചു. അപ്പോഴൊക്കെ ഞാൻ അവനോട് ചോദിച്ചു. പക്ഷേ അവൻ പിന്തിരിഞ്ഞു പോയില്ല. എല്ലാ ദിവസവും പോകുന്ന വഴിയിൽ ഒരു പൊടിമീശക്കാരൻ എന്നെ കണ്ട് ചിരിക്കാൻ തുടങ്ങി. അറിയാതെ എപ്പോഴോ ഒരു ദൗർബല്യത്തിന്റെ നിമിഷത്തിൽ ഞാനും അവനെ നോക്കി തിരിച്ചു പുഞ്ചിരിച്ചു. പിന്നീട് ആ പുഞ്ചിരി പിന്നീട് അടുപ്പമായി മാറി. 14 വയസ്സുകാരി എഴുതുകയാണ്, അടുപ്പമായി മാറി. അവസാനം പിന്നെ അവൻ എന്നെ കാത്തു നിന്ന വഴിയരികിൽ ഞാൻ അവനെ കാത്തു നിൽക്കാൻ തുടങ്ങി. ഏറ്റവും അവസാനം ഹൃദയം കണ്ട് അടുത്തപ്പോ അവൻ എനിക്ക് സമ്മാനമായിട്ടൊരു മൊബൈൽ ഫോൺ നൽകി. തടിച്ചുകൂടിയ മാതാപിതാക്കളോട് ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇനിയെങ്കിലും പറ്റരുത്, ഈ അനുഭവം ഇനി ആർക്കും ഉണ്ടാവരുത്. ഈ ഒരു അനുഭവം ഇനി ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത്. ആരെങ്കിലും ഉണ്ടെങ്കിലും മാറാൻ കഴിയുള്ള ഒരു നല്ല ജീവിതത്തിനു വേണ്ടി അവൻ എനിക്കൊരു മൊബൈൽ ഫോൺ തന്നു. അത് വൈബ്രേറ്റ് ചെയ്യുന്ന റിംഗ്ടൂൺ ഇല്ലാതെ അവനാക്കി തന്നു. രാത്രിയിൽ ഞാൻ വിളിക്കും. രാത്രിയിൽ എന്റെ തലയണയുടെ അടിയിൽ കിടന്ന മൊബൈൽ ഫോൺ വൈബ്രേറ്റ് ചെയ്തു. എന്റെ വാപ്പയും ഉമ്മയും അടുത്ത റൂമിൽ കിടന്നുറങ്ങുമ്പോ പാതിരാ സമയത്ത് അവന്റെ സല്ലാപത്തിന് വേണ്ടി എന്റെ മനസ്സ് കൊതിച്ചു. തലയണയിൽ മൊബൈൽ വൈബ്രേറ്റ് ചെയ്യുന്നത് കാത്തന്റെ രാത്രി ഉറക്കമില്ലാത്തതായി മാറി. എല്ലാ രാത്രിയിലും ഞാൻ അവനുമായി സ്വപ്നം പങ്കുവച്ചു. ആരും കാണാത്ത സ്വപ്നത്തിന്റെ ലോകത്തേക്ക് അവൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. എന്റെ പ്രിയപ്പെട്ട കോഴിക്കോട് മാതാപിതാക്കളെ, തൊട്ടടുത്ത റൂമിൽ കിടന്നിട്ട് തടപ്പായിലെ തലയണക്കടിയിൽ സ്വന്തം മകളിരുന്നു കൊണ്ട് അന്യപുരുഷനോട് സല്ലപിച്ചപ്പോ അടുത്ത റൂമിൽ കിടന്ന മാതാപിതാക്കളത് അറിഞ്ഞിട്ടില്ല, അവരറിഞ്ഞിട്ടേ ഇല്ല. ഇതാണ് ഈ ലോകം, ഇതാണ് ഈ ലോകം. തുമ്മരതദിനാഹു അസ്ഫല സാഫിലീൻ. അധപതനത്തിന്റെ അധമഭാവ തലത്തിലേക്ക് പോവുകയാണ്. അവസാനം ഒരു ദിവസം ഞങ്ങൾ അടുത്തടുത്ത് സഹില പറയുകയാണ്, ഒരു കല്യാണ വീട്ടിൽ വെച്ച് ഒരു റൂമിൽ ഞാനും അവനും മാത്രം. പക്ഷെ അവൻ എത്രയോ മാന്യനാണ്. അരുതാത്തൊരു പ്രവർത്തനം അവൻ എന്നോട് ചെയ്തില്ല. 14 വയസ്സുള്ള സുന്ദരി പെണ്ണിനെ ഒരു റൂമിന്റെ ഏകാന്തതയിൽ കിട്ടിയിട്ട് അവൻ എന്നോട് അരുതാത്തതൊന്നും ചെയ്തില്ല. അവനോടുള്ള വിശ്വാസവും ബഹുമാനവും എനിക്ക് വർദ്ധിച്ചു തന്നു. അവസാനം പിന്നെ ഞങ്ങൾ സ്കൂളിന്റെ പുറകിൽ വെച്ച് കാണാൻ തുടങ്ങി. മരത്തണലിൽ വെച്ച്, പിന്നെ ചില പാതയോരങ്ങളിൽ, പിന്നെ സ്കൂളിന്റെ പുറകിൽ, പിന്നെ കുറ്റിക്കാട്ടിൽ. ഒരു ദിവസം മരത്തണൽ അവൻ എന്നെ കാത്തു നിന്നു. ചുരുക്കി പറയുകയാണ്, ഞാൻ കണ്ണീരോടെ അല്ലാതെ പറയാൻ കഴിയില്ല. മരത്തണൽ നിന്ന് പിന്നെ കുറ്റിക്കാട്ടിലേക്ക്, അവിടെ നിന്ന് പിന്നെ കൊടുമനത്തിന്റെ ഉള്ളിലേക്ക്. അവിടെ ചെയ്യുമ്പോ മടത് മറുത്തു പേടു എന്റെ ശരീരം വെള്ളം നനഞ്ഞിട്ട് ഒട്ടിപ്പിടിച്ചു. അറിയാതെ അവൻ എന്നിലേക്ക് പടന്നു കയറി. അറിയാതെ ഞാൻ എന്റെ കണ്ണുകൾ മയങ്ങിപ്പോയി. പെങ്ങളെ, അധപതനത്തിന്റെ ഏറ്റവും വലിയ അനുഭവം തുടങ്ങുന്നത് ഇവിടെയാണ്. പിന്നെ ഞാൻ അറിഞ്ഞില്ല. കുറെ സമയം കഴിഞ്ഞപ്പോ ഒരു പെണ്ണിന് നഷ്ടപ്പെടേണ്ടതൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. ആരും അറിയാത്ത വിജനതയിൽ എന്ത് ചെയ്യുമെന്നറിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകവേ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. അന്ന് എനിക്ക് ഉറക്കം വന്നില്ല. പടച്ചറപ്പേ, എന്താണ് സംഭവിച്ചത്? ഇന്നലെ രാത്രി എന്റെ വികാരം വിവേകത്തിന് വടികെട്ടപ്പോ അവൻ എന്നോട് എന്താണ് ചെയ്തത്? പൊട്ടിക്കരഞ്ഞ് തലയണയിലേക്ക് അമന്ന് കിടക്കുമ്പോ ടെലിഫോണിൽ വൈബ്രേറ്റ് ചെയ്തു. എടുക്കരുതെന്ന് വിചാരിച്ചിട്ടും അറിയാതെ എടുത്തു. മറുതരക്കൽ അവനാണ്.
അവൻ ക്ഷമാപണം നടത്തി അറിയാതെ സംഭവിച്ചതാണ്. എന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. പിന്നീട് പൊട്ടിക്കരച്ചിലായി ക്ഷമാപണമായി. മോളെ, ഏറ്റവും വലിയ മലക്കണ്ണികൾ ഇങ്ങനെയാണ് കുരുങ്ങുക. പിന്നെ ഞാൻ അവനെ കണ്ടു. അവസാന സഹില പറയുകയാണ്, എന്റെ മനസ്സിന് കുറ്റബോധമായി. എന്റെ വാപ്പയും എന്റെ ഉമ്മയും എന്റെ സഹോദരങ്ങളും ഇത് പുറത്തെറിഞ്ഞാൽ എന്റെ വാപ്പയും എന്റെ ഉമ്മയും ഒരു സഹോദരങ്ങളും ഒറ്റ കയറിൽ എന്റെ വീടിന്റെ കോലായിൽ തൂങ്ങി നിൽക്കുന്നത് ഞാൻ എന്റെ മനസ്സിൽ കണ്ടപ്പോ ഞാൻ തീരുമാനിച്ചു, ഇനിയില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ മൊബൈൽ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു. ഇനി അവനുമായിട്ടൊരു ബന്ധമില്ല. ഞാൻ ഈ തെറ്റിൽ നിന്ന് പിന്മാറുകയാണ്. പിന്നെ ഞാൻ ടെലിഫോൺ ഓൺ ചെയ്തില്ല. ഒരു ദിവസം രാവിലെ സ്കൂളിലേക്ക് പോകവേ അതാ മയക്കുന്ന പുഞ്ചിരിയുമായി അവൻ പറഞ്ഞു, മൊബൈൽ ഓഫ് ആണല്ലേ, ക്ലാസ്സിൽ പോയിട്ട് ഓൺ ചെയ്ത് നോക്കണം, അതിലൊരു മെസ്സേജ് വരെ നന്നായിട്ട് വായിക്കണം. സകില പറയുകയാണ്, വീട്ടിലെത്തി, ക്ലാസ്സിലെത്തി. അവൻ പറഞ്ഞതുപോലെ ഭീഷണിയുടെ സ്വരമാണ് ഓൺ ചെയ്തു. പെട്ടെന്നൊന്ന് വൈബ്രേറ്റ് ചെയ്തു. ഞാൻ നോക്കിയപ്പോൾ ഒരു പിക്ചർ മെസ്സേജ് വന്നു. എന്റെ തല പെരുത്തു പോയി. ഈ ഭൂമിയിലേക്ക് താടുന്നത് പോലെ ആ പിക്ചർ മെസ്സേജിൽ ഞാനും അവനും തമ്മിൽ കൊടുങ്കാട്ടിൽ നൂൽ ബന്ധമില്ലാതെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഫോട്ടോ. ഞാൻ അറിഞ്ഞില്ല. അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു, അതേ സ്ഥലത്ത് വൈകുന്നേരം കാണണം, ഇല്ലെങ്കിൽ ഈ ഫോട്ടോ പിന്നെ നെറ്റിൽ നാട്ടുകാർ കാണും. പേടിച്ചു വിറച്ചു പോയി സഹില. സഹോദരങ്ങളെ, ഇന്നിത് പറയില്ലെങ്കിൽ ഇനി എവിടെയാണ് കോഴിക്കോട് ഞാനിത് പറയുക? അവള് വൈകുന്നേരം പേടിച്ചു വരേണ്ട മാൻപേടയെ പോലെ പൊന്നുമോളെ സഹില അവളാ മരച്ചുവെട്ടിലെത്തി. ആരാണ് തെറ്റ് ചെയ്തത് നമുക്കറിയില്ല. സഹിലയോ അതോ അവളുടെ മാതാപിതാക്കളോ അതോ പിച്ചിച്ചീന്തി ഈ നരിക്കുറുക്കന്മാരോ? അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. പഴയ കൊടുങ്കാട്ടിലെത്തുമ്പോ അവിടെ അവന്റെ 4 കൂട്ടുകാര് കാത്തു നിൽക്കുന്നു. അരുതേന്ന് കാല് പിടിച്ച് പറഞ്ഞപ്പോ ആ സമയത്ത് 4 പേരും മരത്തിക്കടത്തി പിച്ചു ചീന്തി. 14 വയസ്സുകാരി സകലെ 4 പേരും പിച്ചു ചീന്തി. ഒരുത്തം പിച്ചു ചീന്തുമ്പോ മറ്റൊരുത്തൻ വീഡിയോ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തു. 4 പേരും ആസ്വദിച്ച് കഴിയുമ്പോ അവസാനം രക്തം വാന്ന് തളർന്നു കിടക്കുമ്പോ അവര് 4 പേരും വന്നിട്ട് പറഞ്ഞുവത്രേ ഇനി 10 ദിവസം കൂടിയേ ഭൂമിയിൽ നീ കാണാവൂ. അതിനപ്പുറം കണ്ടാൽ പിന്നെ ഈ വീഡിയോ മുഴുവനും പരസ്യമായി ലോകം കാണും. 10 ദിവസം കൂടിയേ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ സർവ്വതും കവർന്നെടുത്തിട്ട് 10 ദിവസം അവൾ കായിച്ചു നിശ്ചയിച്ച ഇരുട്ടിന്റെ വേതാളങ്ങൾ. ഇത് ആഫ്രിക്കയുടെ കടയല്ല, ഇത് ലണ്ടന്റെ കടയല്ല, ഇത് മിസിസിപ്പിയുടെ കടയല്ല, ഇത് ഇരുണ്ട യൂറോപ്പിന്റെ കടയല്ല, ഇത് കേരളത്തിന്റെ കട, ഇത് കോഴിക്കോടിന്റെ കട, ഇത് കപ്പിത്താൻ ഇറങ്ങിയ ഈ നഗരത്തിന്റെ കട, ഇത് നമ്മുടെ പെൺമക്കളുടെ കട, ഇത് നമ്മുടെ പെൺമക്കൾ കാത്തിരുന്ന ദുരന്തത്തിന്റെ കട. സകില പറയുകയാണ്, പിന്നീട് ഞാൻ വീട്ടിലേക്ക് പോയി. ഇന്ന് 8 ദിവസമായി. 8ാമത്തെ ദിവസം വീണ്ടും മെസ്സേജ് വന്നു. ഇനി 2 ദിവസം കൂടി എനിക്ക് സഹിക്കാൻ കഴിയില്ല.